പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിഭജിക്കപ്പെട്ട ഹൃദയം ആപത്തിലേക്ക് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം തിരുലിഖിതം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. 2 വഞ്ചിയിൽ എത്ര നാൾ നിങ്ങൾ കാലുവെക്കും? നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികളെ ആത്മീയ മേഖലകളിൽ തളർത്തി ലോകപ്രകാരമുള്ള ഒരു കൂടിക്കുഴഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് അരൂപികൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഈ വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത്, തിന്മയുടെ ശക്തി ശാസിക്കുന്ന ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ആത്മാർത്ഥമായി യേശുവിനെ വിളിച്ചാൽ നിങ്ങളിൽ കാലാകാലങ്ങളായി കുടികൊള്ളുന്ന ജഡത്തിൻ്റെ സ്വാധീനങ്ങളെയും ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും ഇപ്പോൾ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. ജഡിക പാപത്തിൻ്റെയും മദ്യാസക്തിയുടെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും അരൂപികളെയും ശക്തികളെയും ശാസിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വചനത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവമക്കളെ വിടുവിക്കുന്ന, ദൈവമക്കളെ അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. നൈരാശ്യങ്ങളും വൈരാഗ്യങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നൈരാശ്യങ്ങളും വൈരാഗ്യങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാദിനാഥനാം മിശിഹാനാഥ നിന്നാമത്തൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥനാം മിശിഹാനാഥ നാമത്തൂവിലെങ്ങും നിറയട്ടെ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ശക്തിയും മോഹങ്ങളും
യേശുവിൻ നാമം തകരട്ടെ. ദുർശക്തികൾ തകരട്ടെ. ശക്തിയും ദുർമോഹങ്ങൾ യേശുവിൻ നാമം തകരട്ടെ. ജീസസ് ക്രൈസ്റ്റ്. നാദാദിനാഥന മിശിഹാനാഥ അത്ഭുത വിടുതൽ വിലെങ്ങും നിറയട്ടെ. നാദാദിനാഥന മിശിഹാനാഥ നിന്നാമൂവിലെങ്ങും നിറയട്ടെ. മധ്യാസക്തി തകരട്ടെ. മധ്യാസക്തിയും ദുർവാസനയും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. തകരട്ടെ. ഇപ്പോൾ മാറിപ്പോകട്ടെ. മധ്യാസക്തിയും ദുർവാസനയും യേശുവിൻ നാമം തകരട്ടെ. തകരട്ടെ. നാദാദിനാഥന മിശിഹാനാഥ നിന്നാമൂവിലെങ്ങും ജീസസ് ക്രൈസ്റ്റ്. ഡെലിവറൻസ്, അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ലോകമെമ്പാടും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കളുടെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകാഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി, 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 സ്വർഗീയ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാഗ്നിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. കാലങ്ങളായി, തലമുറകളായി വംശങ്ങളിലും കുടുംബങ്ങളിലും പാരമ്പര്യങ്ങളിലും സമൂഹങ്ങളിലും ആധിപത്യം പുലർത്തിക്കുന്ന എല്ലാ അധിപന്മാരെയും ദുഷ്പ്രഭുത്വങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ദുർബാധകളും ദുർബോധങ്ങളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത കാലത്ത് ഞാൻ ബഹുമാന്യനായ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാം വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ, ഇപ്പോൾ സോണൽ പ്രവർത്തനങ്ങൾക്ക്, കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ, ഇപ്പോൾ മീറ്റിങ്ങുകൾക്കൊന്നും കാണുന്നില്ലല്ലോ, വചന ശുശ്രൂഷകളിൽ നിന്നും ഇപ്പോൾ പോകുന്നില്ലേ? അപ്പോൾ ചേട്ടൻ പറയുകയാണ്, അച്ഛാ, പണ്ട് കാലത്ത് ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ വന്നിരുന്നു, ഇപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ മക്കൾക്കെല്ലാം ജോലിയായി, വീട്ടിൽ നല്ല വീടായി, നല്ല വാഹനങ്ങളായി, തിരക്കായി, വിരുന്നുകാരായി, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും പള്ളിയിൽ വരാൻ പറ്റില്ല, എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും മീറ്റിങ്ങിന് വരാൻ പറ്റില്ല, എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും എനിക്കിന്ന് പോകാൻ പറ്റില്ല. ഞാൻ ആ ചേട്ടനെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് മനസ്സിലായി, വീട്ടിൽ TV വന്നു, വീട്ടിൽ കാറ് വന്നു, വീട്ടിൽ നല്ല വീടായി, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിൽ കയറാൻ തുടങ്ങി, ജോലിയായി, പണമായി, എസ്റ്റേറ്റായി. ഇതാ ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊന്നില്ലാത്തൊരു വേദന. ഞാൻ ദൈവസന്നിധി ചോദിച്ചു, ദൈവമേ, ഒരു കാലത്ത് തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടി നടന്നിരുന്ന ആൾ, ഒരു കാലത്ത് തീഷ്ണതയോടെ ദേവാലയ കർമ്മങ്ങൾ പങ്കെടുത്തിരുന്ന ആൾ, ഒരു കാലത്ത് തീഷ്ണതയോടെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചിരുന്ന മനുഷ്യൻ ഇന്നിതാ സുഖലോലുപനായി കഴിയുകയാണ്. ഇന്നിതാ സുഖലോലുപതയുടെ പിടിയിൽ അമർന്നു പോയിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അദ്ദേഹം ഇന്ന് മാത്രമല്ല പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. വിഭജിക്കപ്പെട്ട ഹൃദയത്തോടു കൂടെയാണ് എന്നെ അദ്ദേഹം സമീപിച്ചത്. അനേകം ആത്മീയ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ, അനേകം ക്രിസ്തീയ മക്കളുടെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിങ്കൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണോ? എൻ്റെ ഹൃദയം കൊണ്ട് മുഴുവൻ ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതോ കുറേ കർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കും, കുറേ ലോകകാര്യങ്ങൾ നോക്കും, ലോകത്തിലെ പ്രതാപവും വേണം, ലോകത്തിലെ പണവും വേണം, ലോകത്തിലെ സ്ഥാനമാനങ്ങൾ വേണം, ലോകത്തിൻ്റെ അംഗീകാരം വേണം, ലോകത്തിൻ്റെ കയ്യടി വേണം, ലോകത്തിൻ്റെ സുഖം വേണം, അതോടൊപ്പം തന്നെ ദൈവവും ആത്മീയ കാര്യങ്ങളും വേണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടാകാൻ വേണ്ടി തത്രപ്പെടുന്ന നാശത്തിൻ്റെ സന്തതിയാണോ നീ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.
ലോകമോഹങ്ങളും ആത്മീയവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി ആത്മാർത്ഥതയില്ലാത്തവനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് നമ്മൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് പഠിച്ചുകൊണ്ടാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം, അതിൽ 5-ാമത്തെ അധ്യായം 20 മുതലുള്ള തിരുലിഖിതങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ എലീഷ പ്രവാചകനെയാണ് നാം കാണുന്നത്. കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രീതിപാത്രം കത്തി ജ്വലിക്കുന്ന ഉഗ്രനായ എലീഷ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭൃത്യനുണ്ടായിരുന്നു. വർഷങ്ങളോളം എലീഷയുടെ കൂടെ നടന്ന് ദൈവശക്തി കണ്ട മനുഷ്യൻ, വർഷങ്ങളോളം എലീഷയുടെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട മനുഷ്യൻ, വർഷങ്ങളോളം എലീഷയുടെ കൂടെ നടന്ന് ദൈവത്തെ ആരാധിച്ച മനുഷ്യൻ, വർഷങ്ങളോളം ആത്മീയ മാർഗത്തിൽ നടന്ന മനുഷ്യൻ, എലീഷയുടെ ഏറ്റവും അടുത്ത ഒരു മിത്രം അല്ലെങ്കിൽ ഒരു സഹായി, ഒരു ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗേഹസി. എന്നാൽ അദ്ദേഹം എലീഷയുടെ കൂടെയാണ് നടന്നിരുന്നതെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയമായിരുന്നു. പകുതി ലോകവും പകുതി ദൈവവും. ആ മനുഷ്യന് വന്ന ദാരുണമായ അന്ത്യത്തെക്കുറിച്ചാണ് രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോൾ ദൈവപുരുഷനായ എലീഷായുടെ ഭൃത്യൻ ഗേഹസി ചിന്തിച്ചു, എൻ്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. പ്രൈസ് ദ ലോർഡ്. ഇവിടുത്തെ പശ്ചാത്തലം, സിറിയക്കാരനായ നാമാൻ എന്ന സൈന്യാധിപൻ ഇതാ മേല് നിറയെ കുഷ്ഠവും പിടിച്ച് ഈ ലോകത്തിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം നരകിക്കുന്ന സാഹചര്യത്തിൽ ദൈവാത്മാവ് ഇടപെട്ട് ഇതാ ഇസ്രായേൽ നാട്ടിൽ എലീഷ പ്രവാചകന്റെ കുടിലിന് മുമ്പിലേക്ക് വന്നു. എലീഷ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയി ജോർദാൻ നദിയിൽ മുങ്ങുക, 7 തവണ മുങ്ങുമ്പോൾ നിന്റെ രോഗം സുഖപ്പെടും. ഈ നാമാൻ ഒരുപാട് പ്രതീക്ഷയോടെ പോയി മുങ്ങി. 7-ാം തവണ മുങ്ങി പൊങ്ങിയപ്പോൾ ഇതാ നാമാൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം മാറി പരിപൂർണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നാമാൻ എലീഷയ്ക്ക് കൊടുക്കാൻ സിറിയ നാട്ടിൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങളും സ്വർണവും വെള്ളിയും ഒലിവുമരത്തോട്ടം മുന്തിരിത്തോട്ടം വസ്തുവകളുടെ ഡോക്യുമെൻസും ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും സമ്പത്തും കൊണ്ടുവന്നിട്ടുണ്ട്. നാമാൻ എലീഷ പ്രവാചകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പ്രഭോ, എന്തെങ്കിലും സ്വീകരിക്കണം. അപ്പോൾ എലീഷ പറഞ്ഞു, അതെല്ലാം നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, അങ്ങനത്തെ ഇതൊന്നും ഇവിടെ കാണിച്ച് ഇതാക്കണ്ട, അതൊക്കെ നീ തന്നെ കൊണ്ടുപോ, ഇതൊന്നും വേണ്ട. അങ്ങനെ അദ്ദേഹത്തെ എലീഷ സമാധാനത്തിൽ പറഞ്ഞയച്ചു. നാമാൻ പരമാവധി നിർബന്ധിച്ച്, പക്ഷേ എലീഷ ഒരു ചെരുപ്പിൻ്റെ കഷ്ണം പോലും ഒരു കടലാസിൻ്റെ കഷ്ണം പോലും അദ്ദേഹത്തിൽ നിന്ന് പാരിതോഷികമായി സ്വീകരിച്ചില്ല. അങ്ങനെ നാമാൻ ഇതാ തിരിച്ച് സിറിയ രാജ്യത്തേക്ക് യാത്രയാവുകയാണ്. നാമാൻ്റെ കൂടെ പരിവാരങ്ങളും നാമാൻ കൊണ്ടുവന്ന ഒരുപാട് സമ്പത്തും തിരിച്ചു കൊണ്ടുപോവുകയാണ് സിറിയ നാട്ടിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലീഷായുടെ സന്തത സഹചാരിയായി നിന്നിരുന്ന ഗേഹസി എന്ന് പറയുന്ന ഭൃത്യൻ്റെ മേൽ പിശാച് പിടികൂടിയത്. കാരണം അവൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയമായിരുന്നു. അവന് ദൈവീക കാര്യങ്ങൾ, ദൈവപുരുഷൻ്റെ കൂടെ നിൽക്കണം, അവൻ ലോകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ വേണം. അവൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയമായിരുന്നു. അവനിത് കണ്ടപ്പോൾ പ്രകോപനമായി. അവൻ പറഞ്ഞു, അയ്യോ, എൻ്റെ പ്രവാചകൻ, എൻ്റെ ഗുരു, എൻ്റെ പ്രവാചകനായ എലീഷ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഇവനെങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നാമാനെ എന്തെങ്കിലും ഈടാക്കണം, ഇത്രയും സൗഖ്യം കിട്ടിയിട്ട് ഒന്നും കൊടുക്കാതെ പോണത് മോശമല്ലേ. അങ്ങനെ എലീഷ അറിയാതെ ഇതാ ഗേഹസി പിൻവാതിലിലൂടെ നാമാൻ്റെ പിന്നാലെ ഓടുകയാണ്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. നാമാൻ കുറച്ച് ദൂരം ചെന്നപ്പം ഇതാ ഗേഹസി പിന്നാലെ ഓടി വരുന്നത് കണ്ട് നാമാൻ വണ്ടി നിർത്തി. നാമാൻ ചോദിച്ചു, എന്താ വിശേഷം, എന്താ വിശേഷം? ഈ ഗേഹസി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിരിക്കുന്നു. നിങ്ങളിങ്ങോട്ട് പോന്നു കഴിഞ്ഞ ഉടനെ കുറച്ച് ഗസ്റ്റുകൾ വന്നു, അവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് 1 താലന്ത് സ്വർണവും കുറച്ച് സമ്പത്തും കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്ന് ഇതാ എൻ്റെ ഗുരു പറഞ്ഞയച്ചിരിക്കുകയാണ്. നാമാൻ പറഞ്ഞു, നോ പ്രോബ്ലം, 1 താലന്തല്ല 2 താലന്ത് തന്നെ തന്നേക്കാം. ചോദിച്ചതിൻ്റെ ഇരട്ടിയായി ഇതാ നാമാൻ ഗേഹസിക്ക് കൊടുക്കുകയാണ്.
22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. 23-ാമത്തെ വാക്യം എന്താണ് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 താലന്ത് സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു. അവൻ 2 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വെച്ചുകൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് ഗേഹസിയുടെ മുൻപേ നടന്നു. 2 ഭൃത്യന്മാർക്ക് ചുമക്കാൻ മാത്രം സമ്പത്ത് 2 പേരുടെ തലയിലേക്ക് അമർത്തി കുലുക്കി നിറച്ച് കെട്ടി നാമാൻ വെച്ചു കൊടുത്തു. നാമാന് സന്തോഷമേ ഉള്ളൂ ധാരാളമായി കൊടുക്കുന്ന കാര്യത്തിൽ. കാരണം ദൈവത്തിനുള്ള കൊടുക്കുന്നുള്ള ബോധ്യത്തോടെ ഈ ഗേഹസി ഈ 2 ഭൃത്യന്മാർക്ക് ചുമക്കാവുന്നിടത്തോളം സമ്പത്ത് കെട്ടി വലിച്ച് ഇതാ മലമുകളിലേക്ക് കൊണ്ടുവന്ന് ഗേഹസിയുടെ കുടിലിൻ്റെ പുറകുവശത്ത് ഇവർ രഹസ്യത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇവനിത് പരസ്യമാക്കാൻ ഇഷ്ടമല്ല. ഇവൻ്റെ ഹൃദയം ഇപ്പോൾ പ്രവാചകനായ എലീഷയുടെ ഹൃദയത്തോട് ചേരുന്നില്ല. ഇവനിതാ വ്യതിചലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവൻ്റെ വിഭജിക്കപ്പെട്ട ഹൃദയം ഇവനെ വഞ്ചിക്കുകയാണ്. 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ അകത്ത് തൻ്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു, ഗേഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. വലിയ നുണ, പച്ചക്കള്ളം. ഇതാ ഗേഹസി യാതൊരു തടസ്സവും കൂടാതെ ഇതാ പ്രവാചകൻ പറയാണ്, ഞാൻ എങ്ങും പോയിരുന്നില്ല, ഇതാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ നുണയും കൂടെ കേട്ടപ്പോൾ വിഭജിക്കപ്പെട്ട ഹൃദയത്താൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ദാസൻ നുണയും കൂടെ പറയുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ്റെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ശകാരിച്ച്. അതാണ് തുടർന്ന് വരുന്ന വാക്യം നമ്മൾ കാണുന്നത്. പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്നെ സ്വീകരിക്കാൻ വേണ്ടി അവൻ രഥത്തിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒലിവുമരത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും സ്വർണവും വെള്ളിയും സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. അതുകൊണ്ട് പ്രവാചകനിലെ ആത്മാവ് ഇത് ശക്തമായൊരു പ്രഹരം ഗേഹസിക്ക് കൊടുക്കുകയാണ്. അതാണ് 27-ാമത്തെ വാക്യം. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീഷായുടെ സന്നദ്ധി വിട്ട് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വർഷങ്ങളോളം എലീഷയുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഗേഹസി, പകലില്ലാതെ ചത്ത് പണിയെടുത്തിരുന്ന ഗേഹസി ഇപ്പോൾ ഇതാ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് ആളുകൾ കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന വിധം അവനിതാ തകർന്ന് തരിപ്പണമായി പ്രവാചക സന്നിധി വിട്ട് അവൻ അന്ധകാരത്തിലേക്ക് പോവുകയാണ്. പിന്നെ അവനെ കുറിച്ച് ഒരു അഡ്രസ്സും നമുക്ക് കാണാനില്ല. ഒരു വലിയ മനുഷ്യൻ തകർന്ന് തരിപ്പണമായ ചരിത്രമാണ് ഈ കാണുന്നത്. കാരണം വിഭജിക്കപ്പെട്ട ഹൃദയം. അവൻ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും കൂടെ വ്യാപരിച്ച്, എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ലോകവും ലോകമോഹങ്ങളും ലോകപ്രകാരമുള്ള പ്രതാപവും എല്ലാം അവൻ താലോലിച്ച് വളർത്തിയിരുന്നു. പ്രിയ പൈതലേ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാൻ തക്കവണ്ണം വിഭജിക്കപ്പെട്ട ഒരു ഹൃദയത്തോട് കൂടിയാണോ നീ ഇന്ന് ജീവിക്കുന്നത്? യെശയ്യായുടെ പുസ്തകം 44-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്, അവൻ വെണ്ണീർ ഭുജിക്കുന്നു, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലതു കൈയിൽ കാപഢ്യമല്ലേ കുടികൊള്ളുന്നത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ലല്ലോ. വിഭജിക്കപ്പെട്ട ഹൃദയം തകർത്ത ജീവിതങ്ങൾ ഒരുപാടുണ്ട്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ബാലാം പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ബാലാം പ്രവാചകനും ദൈവിക മാർഗത്തിൽ വ്യാപരിച്ചിരുന്ന ആളാണ്. പ്രാർത്ഥനയുണ്ടായിരുന്നു, ആത്മീയതയുണ്ടായിരുന്നു, വിശുദ്ധി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവും വിഭജിക്കപ്പെട്ട ഹൃദയമായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴും ലോകത്തിൻ്റെ പാരിതോഷികങ്ങൾ, ലോകത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എണ്ണിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അകാലത്തിൽ വാളിരയായി വെട്ടി നുറുക്കപ്പെട്ട് ആകാശത്തിലെ പറവയ്ക്കും ഭൂമിയിലെ പട്ടിക്കും ഭക്ഷണമായി എറിഞ്ഞിട്ട് കൊടുക്കപ്പെട്ട് അകാല മരണത്തിന് വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനായി പോയി പ്രവാചകനായ ബാലാം.
ശരീരം മുഴുവൻ കുഷ്ഠം വന്ന് ഒരു മനുഷ്യനെ സമീപിക്കാൻ പറ്റാതെ ഒരു നികൃഷ്ട അവസ്ഥയിലേക്ക് തകരാനും താഴാനും അധപതിക്കാനും ഒക്കെ വേണം വിധിക്കപ്പെട്ടൊരു ഹതഭാഗ്യനായി പോയി എലീഷയുടെ കൂടെ വർഷങ്ങളോളം എന്ന കേകസി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുടെ വിഭജിക്കപ്പെട്ട ഹൃദയം അവർ തിരിച്ചറിഞ്ഞില്ല. വിഭജിക്കപ്പെട്ട ഹൃദയത്തെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ, പാപികളുടെ വഴികളിൽ വ്യാപരിക്കാത്തവൻ, പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കാത്തവൻ, ലോകത്തിൻ്റെ കൂട്ടുകെട്ട് ആഗ്രഹിക്കാത്തവൻ, അവൻ ഭാഗ്യവാൻ. ഇന്ന് എൻ്റെയും നിൻ്റെയും സ്ഥിതി എന്താണ്? പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, കൂദാശകളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൻ്റെ വ്യഗ്രത എന്താണ്? ദേവാലയത്തിന് ഇറങ്ങിയാൽ, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ട് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനുള്ളവർ സ്വന്തം ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും കൂടെ കുഴഞ്ഞാടാമെന്ന് വിചാരിക്കരുത്. യേശു ക്രിസ്തുവിനുള്ളവർ ഒരു വേർപാട് ആചരിക്കണം, ഒരു വ്യത്യാസം വേണം. അവർ ചെയ്യണതെല്ലാം ചെയ്യാൻ നിനക്ക് പറ്റില്ല. ജാതികൾക്ക് അനുവദിച്ചിട്ടുള്ളതെല്ലാം നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. അവർ പോകുന്ന കൂട്ടങ്ങളെല്ലാം നിനക്ക് പോകാൻ പാടില്ല. നീ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം നീ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഹൃദയമായിരിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അംഗീകരിക്കാത്ത ഒരു കൂട്ടുകെട്ടുകൾക്കും പോകരുത്. യേശു ക്രിസ്തുവിന് ആത്മാവ് അംഗീകരിക്കാത്ത ഒരു ജീവിത രീതിക്കും പോകരുത്. യേശു ക്രിസ്തുവിന് ആത്മാവ് അംഗീകരിക്കാത്ത ഒരു ജോലിക്ക് പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അംഗീകരിക്കാത്ത ഒരു ബിസിനസ്സും തുടങ്ങരുത്. അവർ തുടങ്ങുന്നു, ഇവർ തുടങ്ങുന്നു, അവിടെ അത് നടക്കുന്നു, ഇവർ നടക്കുന്നു എന്ന് വിചാരിച്ച് നീയും അത് ചെയ്യുകയോ? ഈ ലോകത്തോട് കൂടിക്കുഴഞ്ഞ് ഒരു വ്യത്യാസമില്ലാതെ, ലോകവും ആത്മീയനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ കൂടിക്കുഴഞ്ഞുള്ള ജീവിതം, അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതമല്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നയിക്കുന്ന ജീവിതവുമല്ല. ജഡപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഈ ലോകത്തിൻ്റെ ആ വ്യഗ്രതയുടെ ആത്മാവ്, ഇന്ന് ഈ ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ കൂട്ടണം എന്നുള്ള ആത്മാവ്, ഈ ലോകത്ത് ഒരുപാട് പേരും വേണമെന്ന ആത്മാവ്, ഈ ലോകത്ത് ഒരുപാട് സമ്പാദിച്ച് കൂട്ടണമെന്ന ആത്മാവ്, ഇതിങ്ങനെ വ്യഗ്രത വർദ്ധിപ്പിച്ച് പ്രാർത്ഥന നശിപ്പിച്ച്, വിശുദ്ധി നശിപ്പിച്ച്, സ്നേഹം നശിപ്പിച്ച്, കൂട്ടായ്മ നശിപ്പിച്ച് ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നത് നീ ഇന്ന് അറിയുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്: മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഇന്ന് നിനക്ക് സ്വീകാര്യമായത് എന്താണ്? ലോകപ്രകാരമുള്ള ഒരുപാട് പേര് നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണോ? അതോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ ആത്മാവിന് നിത്യരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളോ? നീ ഇന്ന് പ്രാർത്ഥനയ്ക്കാണോ സ്ഥാനം കൊടുക്കുന്നത്? അതോ സമൂഹത്തിൻ്റെ രീതികൾക്കാണോ നീ ഇന്ന് സ്ഥാനം കൊടുക്കുന്നത്? നിന്റെ ഹൃദയത്തിൻ്റെ വ്യഗ്രത എന്താണ്? ഈ ബൈബിളിലെ മുഴുവൻ വചനങ്ങൾ സൂക്ഷ്മമായി അനുസരിച്ച് ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റൊരു പൈതലായി തീരണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം? അതോ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതെ എല്ലാവർക്കും സ്വീകാര്യനായി ലോകത്തിൻ്റെ കയ്യടി വാങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരാനാണോ നിന്റെ വ്യഗ്രത? പ്രിയ ദൈവവായതലേ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുകിൽ, നാളെ നീ നിദ്രവിട്ടുണരുകില്ല. മകളേ, രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുകിൽ, നാളെ നീ നിദ്രവിട്ടുണരുകില്ല. നിന്റെ സമ്പാദ്യവും സമ്പത്തുമെല്ലാം നിന്നെ ഉപേക്ഷിച്ചിടും. നിന്റെ സമ്പാദ്യവും
സമ്പത്തുമെല്ലാം നിന്നെ ഉപേക്ഷിച്ചിടും. അനുദപിക്കൂ മകനേ, അനുദപിക്കൂ. അനുദപിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, വിളിച്ചപേക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഈശോയുടെ അത്യത്ഭുത ശക്തി മിന്നൽ പിണരുകൾ പോലെ വ്യാപരിച്ച് നടമാടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും ആധിപത്യങ്ങളും തകർച്ചയുടെ ശക്തികളും ദുർശക്തികളും ഛിന്ന ഭിന്നമായി പോകുന്ന അത്ഭുത വിടുതലിൻ്റെ സമയമാണിത്. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി ഓരോരുത്തരും എത്രമാത്രം വിടുതൽ ആഗ്രഹിക്കുന്നുവോ അത്രയും ആഗ്രഹത്തോടെ ഉറക്കെ യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കർത്താവേ, ഒരുപാട് കാലങ്ങളായി തകരുകയും വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിച്ച് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന കുടുംബങ്ങളിലേക്ക് വിടുതലിൻ്റെ അഭിഷേകം നിറയട്ടെ. യേശുവേ, ആരാധന, ആരാധന.